അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ഹനുമൽ ഭരത സംവാദം. പിന്നെ മുഹൂർത്തമാത്രം നിരൂപിച്ചത് ചൊന്നാൻ അനിലാത്മജനോടു രാഘവൻ. ചെന്നയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ട് വിശേഷമറിഞ്ഞു നീ വന്നിടുകെന്നുടെ വൃത്താന്തവും പുനരൊന്നൊഴിയാതെ അവനോടു ചൊല്ലണം. പോകുന്ന നേരം ഗുഹനയും ചെന്നുകണ്ട് ഏകാന്തമായി അറിയിച്ചേടവസ്ഥകൾ. മാരുതി മാനുഷവേഷം ധരിച്ചുപോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു. സത്വരം ചെന്ന് നന്ദിഗ്രാമമുൾപ്പുക്ക് ഭക്തനായേടും ഭരതനെ കൂപ്പിനാൻ. പാതുകവും വച്ചു പൂജിച്ച നാരദം ചേതസാ രാമനെ ധ്യാനിച്ച ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭുജിച്ച് കൃശാങ്കനായി ബാലനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതിയും ബഹുമാനിച്ചിതേറ്റവും. ആരുമില്ലിത്ര ഭക്തന്മാരവനിയിൽ എന്നു കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്ന് മധുരമാർ ചൊല്ലിടിനാൻ. അഗ്രജൻ തന്നെ മുഹൂർത്തമാത്രേണ നിന്നഗ്രേ നിരാമയം കാണാം ഗുണനിധേ. സീതയോടും സുമിത്രാത്മജൻ തന്നോടും ആദരവേറും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്ന് ഇപ്പോൾ ഇവിടെ ഇറങ്ങും ദയാപരൻ. രാവണനെ കൊന്ന് ദേവിയെയും വീണ്ട ദേവകളാൽ അഭിവന്ദിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മനസ്സേ ശോകവും തീർന്ന് വസിക്കാമിനിച്ചിരം. ഇഥമാകർണ്യ ഭരതകുമാരനും ബദ്ധസമ്മോദം വിമൂർച്ഛിതനായി വീണു. സത്വരമാശ്വസ്തനായ നേരം പുനരുത്ഥായ ഗാഠമായ ആലിംഗനം ചെയ്ത് വാനരവീരശിരസി മുദാ പരമാനന്ദ ബാഷ്പാഭിഷേകവും ചെയ്തിത്. ദേവോത്തമനോ നരോത്തമനോ ഭവാനേവും എന്നെ കുറിച്ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചൊന്നതിനനുരൂപമായി തുഷ്ട്യാ തരുവതിനില്ല മറ്റേതുമേ. ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തിരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലിയിടോ രാമകീർത്തനം സൗഖ്യദം. മാനവനാഥന് വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ? വൈദേഹിയെ കട്ടുകൊണ്ടവാറെങ്ങനെ? യാതുതാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച രാജകുമാരനോട് ഉത്തരം മാരുതപുത്രനും ചൊല്ലിനാൻ. എങ്കിലോ നിങ്ങൾ ചിത്രകൂടാചലത്തിങ്കൽ നിന്ന് ആധി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ളൊരവസ്ഥകൾ ആദരമുൾക്കൊണ്ടു ചൊല്ലുന്നതുണ്ടു ഞാൻ. ഒന്നൊഴിയാതെ തെളിഞ്ഞു കെട്ടിയിടുക വന്നുപോം ദുഃഖവിനാശം തപോനിധേ എന്നു പറഞ്ഞറിയിച്ചാൻ അഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം തരം. ശത്രുഘ്നമിത്രഭൃത്യാമത്യവർഗവും ചിത്രം വിചിത്രമെന്നോട്ടുകൊണ്ടേടിനാൻ. അയോധ്യാപ്രവേശം.
ശത്രുഘ്നനോട് ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളും നേരത്ത് രാജ്യം അലങ്കരിക്കണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്തയാ ദീപാവലിയുമുണ്ടാക്കണം. സൂതവൈതാളിക വന്ദിസ്തുതി പാഠകാദി ജനങ്ങളുമൊക്കെ വന്നിരണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കുകയും വേണം. പാദ്യാദികളും ഒരുക്കണമേ വരും. രാജധാരങ്ങളമാത്യ ജനങ്ങളും വാജി ഗജരഥഭക്തി സൈന്യങ്ങളും വാരനാരീജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കുകയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം ഭരദ്വാര ചേർക്ക. സമസ്തരും താപസവൃന്ദവും ഭൂസുരവൃന്ദവും ഭൂപതി വീരരുമൊക്കെ വന്നീരണം. പൗരജനങ്ങളാ ബാലവൃദ്ധാവധി ശ്രീരാമനെ കൺമതിന് വരുത്തണം. ശത്രുഘ്നും ഭരതജ്ഞയാ തൽപുരം ചിത്രമാറങ്ങ് അലങ്കരിച്ചിടിനാർ. ശ്രീരാമദേവനെ കൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞത് അയോധ്യയിൽ. വാരണേന്ദ്രന്മാർ 10,000 തേരും ഔവണ്ണം 10,000 100,000 ദുരകങ്ങളുമുണ്ട്. 500,000 കാലാൽപ്പടകളും രാജനാരീജനം തണ്ടിലേറിക്കൊണ്ട് രാജകുമാരനെ കൺമാനുടറിനാർ. പാതുകാമൂർധനി വച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദരവ് കൊണ്ട് ശത്രുഘ്നാകിയ സോദരൻ ദാനം നടന്നാനത് നേരം. പൂർണ്ണചന്ദ്രാപമാം പുഷ്പകമന്നേരം കാണായി ചമഞ്ഞത് ദൂരെ മനോഹരം. പൗരജനാദികളോട് കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനത് നേരം. ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദ നേത്രണം സീതയും ലക്ഷ്മണ സുഗ്രീവ നക്തഞ്ചരാധിപമുഖ്യമായുള്ളോരോ സൈന്യസമന്വിതം കണ്ടുകൊള്ളിൻ. പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതി ജാതശബ്ദവും കനമപ്രദേശത്തോളം ഉൽപ്പതിച്ചു. ബലാൽ ബാലവൃത്ത സ്ത്രീ തരുണവർഗാരവം കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗൽക്കാരണഭൂതനെ കണ്ടു ഭരതനും മേരു മഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിയിടിനാൻ. ചിൽപുരുഷാജ്ഞയാ താണിതമില്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം. ആനന്ദബഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചാരനുജന്മാരെ ക്ഷോണേന്ദ്രൻ ഉത്സംഗസിംനി ചേർത്തിയിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടിടിന ബാലകന്മാരെ മുറുകത്തഴുകിനാൻ. ഹർഷാസുധാരയാ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്ന പൂർവജനം ഭരതൻ പദം ഭക്തിയ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിയിടിനാൻ ആദരാൽ. സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. സുഗ്രീവൻ അങ്കദൻ ജാമ്പവാൻ നീലനമുഗ്രണം മൈന്ദൻ വിവിധൻ സുഷേണനും താരൻ ഗജൻ ഗവയൻ ഗവാറ്റൻ നളൻ വീരൻ വൃഷഭൻ ശരഭൻ പനസനും ശൂരൻ വിനതൻ വികടൻ ദ്യുതിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശി സുമുഖനും ധീരനാകും ഗന്ധമാതൻ കേസരി മറ്റുമേവം കവിനായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിത്. മാരുതിവാച ഭരതകുമാരനും പൂരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതിമോദം കലർന്നു വസിച്ചാർ അവர்களுം. സുഗ്രീവനെ കനിവോട് പുണർന്നത് ഗദ്ഗദവാച പറഞ്ഞു ഭരതനും. നൂനം ഭവൽ സഹായേന രഘുവരൻ മാനിയാം രാവണൻ തന്നെ വധിച്ചതും. 4 സുതന്മാർ ദശരഥ ഭൂപതിക്ക് ഇക്കാലം 5ാമനായി ചമഞ്ഞു ഭവൻ. പഞ്ചമപ്രാത ഭവാനിനി ഞങ്ങൾക്കു കിഞ്ചന സംശയമില്ലെന്നറിയിടോ. ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്ത്യ നമസ്കരിച്ചിടിനാൻ. കാലേ കനിഞ്ഞ് പുണർന്നാലുടൻ മുലപ്പാലം ചുരന്നിത് മാതാവിനന്നേരം. കൈകൈയാകിയ മാതൃജനത്തെയും കാകുൽസ്ഥനാശു സുമിത്രാപാദാബ്ജവും വന്ദിച്ച് മറ്റുള്ള മാതൃജനത്തെയും നന്ദിച്ചവരും അണച്ചു നൽകിനാർ. ലക്ഷ്മണനും മാതൃപാദങ്ങൾ കൂപ്പിനാർ. ഉൾക്കാമ്പഴിഞ്ഞ് പുണർന്നാരവர்களுം സീതയും മാതൃജനങ്ങളെ വന്ദിച്ച് മോദം ഉൾക്കൊണ്ട് പുണർന്നാരവர்களுം. സുഗ്രീവനാദികളും തൊഴുതിയിടിനാൻ.
അഗ്രേവിരീതനായി നിന്നത് താരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞ തൽപാതുകാദ്വന്ദ്വവും ശ്രീരാമപാദാരവിന്ദങ്ങളിൽ ചേർത്ത് പാരിൽ വീണാശു നമസ്കരിച്ചിരുന്നൻ. രാജ്യം ത്വയാ ദത്തമെങ്കിൽ പുരാദ്യ ഞാൻ പൂജ്യനാം നിങ്കൽ സമർപ്പിച്ചിതാതരാൽ ഇന്ന് മജ്ജന്മം സഫലമായി വന്നിത് ധന്യനായേനടിയൻ ഇന്ന് നിർണയം. ഇന്ന് മനോരഥമെല്ലാം സഫലമായി വന്നിത് മൽകർമ്മസാഫല്യവും പ്രഭോ. പണ്ടേതിലിന്ന് 10 മടങ്ങായുടനുണ്ടിക രാജഭണ്ഡാരവും ഭൂപതേ. ആനയും തേരും കുതിരയും പാട്ടുകാണ് ഊനമില്ലാത്ത 10 മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ട് ഞാൻ ഇന്നയോളം രാജ്യം അത്ര സംരക്ഷിച്ചതും. രാജ്യമല്ലൊട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യുക ഭവാനിനി മറ്റേതും ആലംബനമില്ല കാരുണ്യവാരിധേ.